ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു നിപ്സ് ബൈ ഷൈനി ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ലിപ്പ് മാസ്കിനെ കുറിച്ചിട്ടാണ്. എന്താണ് ലിപ്പ് മാസ്ക്, എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്കറിയാം, നമ്മളെപ്പോഴും ഫേസിന് മാസ്ക് ഒക്കെ യൂസ് ചെയ്യുന്നവരാണല്ലോ. ഫേസിനെ ഒന്ന് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനും അതുപോലെ തന്നെ ഡ്രൈനെസ് ഒക്കെ മാറ്റി അതുപോലെ കുറച്ചും കൂടി സോഫ്റ്റ് ആക്കി കൊണ്ടുവരാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ലിപ്പും നമ്മുടെ ഓരോ ഫീച്ചേഴ്സിനെയും നമ്മൾ അതുപോലെ കെയർ ചെയ്യണം. എസ്പെഷ്യലി ലിപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ സാധാരണയായിട്ട് നമ്മളെല്ലാവരും തന്നെ എന്താ പറയുക, ലിപ്സ്റ്റിക്ക് ഡെയിലി നമുക്ക് ആ ഒരു നമ്മുടെ റൊട്ടീനിൻ്റെ ഒരു പാർട്ടായി മാറിയിട്ടുണ്ട്. നമുക്ക് എപ്പോഴും ലിപ്സ്റ്റിക്ക് വേണം. എല്ലാവരും പുറത്തിറങ്ങുമ്പോൾ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നവരാണ്. സോ അങ്ങനെ വരുമ്പോൾ ലിപ്പ് എന്താ പറയുക, കണ്ടിന്യൂസ് കെമിക്കലാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും നോർമലി നമുക്ക് ലിപ്പ് ഭയങ്കരമായിട്ട് ഡ്രൈ ആവാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ലിപ്പ് ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുമ്പോൾ നമുക്കറിയാം, നമുക്ക് ലിപ് ബാം യൂസ് ചെയ്യാം എന്നുള്ളത്. നമ്മൾ ലിപ്സ്റ്റിക്ക് ഇടുന്നതിന് മുമ്പായിട്ട് നമ്മൾ ലിപ് ബാം കൊടുക്കാറുണ്ട്. അതുപോലെ ഇടയ്ക്ക് നമ്മൾ ലിപ്പൊന്ന് സ്ക്രബൊക്കെ കൊടുക്കാറുണ്ട്. പക്ഷേ എന്നാലും സ്ക്രബൊക്കെ ചെയ്യുമ്പോൾ എക്സ്ഫോലിയേഷനാണ് അവിടെ നടക്കുന്നത്. നമ്മൾ ഒന്നും കൂടി നമ്മുടെ എന്താ പറയുക, ഡെഡ് സെൽസിനെയൊക്കെ കളയാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്. എങ്കിൽ പോലും നമുക്ക് ആവശ്യം എന്ന് വെച്ചാൽ ലിപ്പിനെ ഒന്ന് ഇടയ്ക്കൊന്ന് ഹൈഡ്രേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ സോഫ്റ്റ് ആക്കി വയ്ക്കുകയും വേണം. അപ്പോൾ അതിന് ഒരു ലിപ്പ് മാസ്ക് ഒക്കെ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പം ഞാൻ ഈ ഇടയ്ക്ക് എന്താ പറയുക, നമ്മളുടെ സുഡിയോയിൽ പോയപ്പോൾ ഞാനൊരു ലിപ്പ് മാസ്ക് എടുത്ത് യൂസ് ചെയ്ത് നോക്കിയപ്പോൾ വളരെ എനിക്ക് നല്ല റിസൾട്ടാണ്. ചെറിയൊരു പ്രൈസാണ് കേട്ടോ, ആകെ 49 റുപ്പീസ് എന്തോ വരുന്നുള്ളൂ. പക്ഷെ നല്ല റിസൾട്ടായിരുന്നു. അപ്പം ഞാൻ എന്തായാലും അത്, കാരണം പലർക്കും അറിയുന്നില്ല, ചില പ്രൊഡക്റ്റുകൾ ഭയങ്കര റേറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് റിസൾട്ട് എന്നുള്ളതില്ല. പക്ഷെ നമ്മൾ കൊടുക്കുന്ന പ്രൈസിന് അതിനുള്ള റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാനത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വെച്ചത്. അപ്പോൾ സാധാരണ നമ്മളെപ്പോഴും സ്റ്റുഡിയോയിലെല്ലാം പോകാറുള്ളവർക്ക് എല്ലാവർക്കും അറിയാം, അവിടെ ഇതുപോലെ മാസ്ക് ഒക്കെ വെച്ചിട്ടുണ്ടാവും. അതിൽ നമുക്കറിയാം എല്ലാ പ്രൊഡക്റ്റും ഭയങ്കരമായിട്ട് ഓക്കെ ആവണമെന്നില്ല, ചിലത് നമുക്ക് റിസൾട്ടുള്ള പ്രൊഡക്റ്റുകളും ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഞാൻ കൂടുതലും, കാരണം ലിപ് ഷീറ്റുകൾ വളരെ കുറവാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ ഇതിൽ എനിക്ക് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ എന്താ പറയുക, ലിപ്പ് ഒന്ന് സോഫ്റ്റായി വരുന്നതായിട്ടും അതുപോലെ നല്ലപോലെ ഒരു ഹൈഡ്രേഷനൊക്കെ കിട്ടി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ചൊന്ന് പറയാമെന്ന് വെച്ചാൽ, കാരണം 49 റുപ്പീസാണ് വരുന്നത് ഇതിന്. അപ്പോൾ അതിനനുസരിച്ച് വർത്തുണ്ടോ ചോദിച്ചാൽ തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള വർത്തുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ നോക്കാം. അപ്പോൾ ഷീറ്റ് മാസ്ക് നമ്മൾ ഫേസിലിടുമല്ലോ, അതുപോലെ തന്നെയാണ് ഇത് ലിപ്പ് മാസ്കും വരുന്നത് കേട്ടോ. കാരണം ലിപ്പ് മാസ്ക്, ഞാൻ വീണ്ടും വീണ്ടും പറയണം, നമ്മൾ ലിപ്പിനെ ഒന്ന് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനും സോഫ്റ്റ് ആക്കാനും വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയുണ്ട് എന്താണെന്ന് നോക്കാം. കാരണം എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് മേടിക്കാൻ പറ്റുന്നതാണല്ലോ. സ്റ്റുഡിയോയിൽ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം, ഇതുപോലത്തെ ഒരുപാട് ഷീറ്റ് മാസ്കുകളും എല്ലാം തന്നെയുണ്ട്. ഷീറ്റ് മാസ്കും വലിയ കുഴപ്പമില്ല, നമുക്ക് ആ ഒരു പ്രൈസിനൊക്കെ കുഴപ്പമില്ല, നമുക്ക് മേടിക്കാൻ പറ്റുന്നുണ്ട്. കണ്ടോ, ഇങ്ങനെയാണ് ഇരിക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മൾക്ക് ഇത് ഓപ്പൺ ചെയ്ത് അപ്പോഴേ നമ്മൾ യൂസ് ചെയ്യണം കേട്ടോ, ഓപ്പൺ ചെയ്ത് വെക്കരുതേ. അപ്പോൾ അതും പ്രത്യേകം ശ്രദ്ധിക്കാം. കാരണം ഞാൻ എപ്പോഴും പറഞ്ഞു തരുമ്പോൾ പ്രൊഡക്റ്റുകളെല്ലാം ഭയങ്കര റേറ്റാണ് എന്ന് പലരും പറയാറുണ്ട്, മാം കുറച്ച് റേറ്റ് കുറഞ്ഞതും കൂടെ പറഞ്ഞു തരാമോ എന്നൊക്കെ. സോ അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് റേറ്റ് കുറഞ്ഞതിൽ നമുക്ക് റിസൾട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്, അതുകൊണ്ടാണ് ഞാനത് നിങ്ങളിലേക്കും കൂടി. ഇപ്പോൾ നമുക്കറിയാം, സ്റ്റുഡിയോൻ്റെ പ്രൊഡക്റ്റിനൊന്നും നമ്മൾ പ്രൊമോഷൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ പെയ്ഡ് പ്രൊമോഷനൊന്നുമല്ല. സോ ഇതാണ് കേട്ടോ വരുന്നത്. ഇതിലൊരു 3-4 ഒരുമിച്ചിരിക്കുവാണ്. സോ ഇതുപോലെ ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്ത് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. ഇങ്ങനെ എടുക്കണം. സോ ഇതൊക്കെ നമുക്കൊരു എന്താ പറയുക, ഒരു ഈവനിങ് ടൈമൊക്കെ നമ്മൾ ജോലിയെല്ലാം കഴിഞ്ഞ് ലിപ്സ്റ്റിക്കൊന്നും ഇനി ഇടേണ്ട ആവശ്യമില്ല, ഇനി പുറത്ത് പോകേണ്ട ആവശ്യമില്ല എന്നൊക്കെ ഉറപ്പ് വരുത്തിയിട്ട് നമുക്കിത് യൂസ് ചെയ്യും. ഈവൻ നൈറ്റ് ടൈം യൂസ് ചെയ്താൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഒരു 10 മുതൽ ഒരു 15 മിനിറ്റ് വരെയാണ് നമുക്കിത് വെക്കേണ്ടത് കേട്ടോ. ഞാൻ ഇതെങ്ങനെയാണെന്ന് വെച്ച് കാണിച്ചു തരാം. ഇത് വെച്ചാൽ നമുക്ക് പ്രോപ്പറായിട്ട് സംസാരിക്കാൻ പറ്റില്ല കേട്ടോ.
സോ ഈ രീതിയിലാണ് വെക്കേണ്ടത്. ഇത് വെച്ച് എനിക്ക് സംസാരിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ എടുത്തത്. അപ്പോൾ ഇത് കുറച്ച് സമയം കൊണ്ട് തന്നെ നല്ലപോലെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ നൈറ്റ് ടൈം ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മുടെ സ്കിൻ റൊട്ടീനിൻ്റെ പാർട്ട് അത് എല്ലായ്പ്പോഴും നമ്മൾ CTM ഒക്കെ ചെയ്യുമല്ലോ, ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്യാം. ഒരു 10 to 15 മിനിറ്റ് വെച്ചതിന് ശേഷം ഇത് കണ്ടില്ല, ഇതുപോലെ ഓരോ ഷീറ്റായിട്ടായിരിക്കും വരിക കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് എടുക്കുക. ഇത് എന്താ പറയുക, പൊട്ടിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇത് ലോക്ക് ചെയ്യാം. ഈ ഒരു ലോക്കിംഗ് സിബ് ഉണ്ട്. സോ ഇതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഇത് ലോക്ക് ആയിക്കോളും. അപ്പോൾ നമുക്ക് വേണ്ടത് എടുക്കുക, then അത് കഴിയുമ്പോൾ അത് കറക്റ്റായിട്ട് പ്രസ് ചെയ്ത് വെക്കുക. മനസ്സിലായില്ലേ? ഇതാണ് വരുന്നത് കേട്ടോ. അപ്പോൾ വലിയ പ്രൈസ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ നമുക്കൊരു സ്കിൻ കെയറിൽ എപ്പോഴും ലിപ്സ്റ്റിക്കൊക്കെ യൂസ് ചെയ്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിത് നല്ല രീതിയിൽ നമുക്ക് എന്താ പറയുക ഹെൽപ്പ് ചെയ്യും. ബിക്കോസ് നമുക്കെല്ലാവർക്കും ആവശ്യമാണ്. കാരണം ഇപ്പോൾ നമ്മളെല്ലാം തന്നെ ഡെയിലി ബേസിൽ ലിപ്സ്റ്റിക്ക് എപ്പോഴും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. തീർച്ചയായിട്ടും നമുക്കിത് ചെയ്യണതുകൊണ്ട് ഒരു കുഴപ്പമില്ല. നമ്മൾ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യാൻ മാത്രമാണ് ചെയ്യുന്നത്. സോ സൂപ്പറായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നുണ്ട്. നമ്മളെപ്പോഴും മനസ്സിലാക്കുക, നമ്മുടെ ലിപ്പ് ഭയങ്കര സോഫ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര സെൻസിറ്റീവും കൂടിയാണല്ലോ ലിപ്പ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒത്തിരി ഹാർഷായിട്ടുള്ള പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്തൊന്നും പാടില്ല. പിന്നെ ഇതുപോലെ നമ്മളൊന്ന് സോഫ്റ്റാക്കി വെക്കാൻ വേണ്ടിയിട്ട് മാസ്കൊക്കെ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതും നമുക്ക് ഇത്രയും ചെറിയൊരു പ്രൈസിലൊക്കെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് ഒരെണ്ണത്തിൽ തന്നെ ആക്ച്വലി കുറേ ഓൾമോസ്റ്റ് എനിക്കൊണ്ടൊരു 10 എങ്കിലും ഉണ്ടാവും തോന്നുന്നു ഏകദേശം കേട്ടോ. എനിക്ക് ഓരോന്നും എടുത്ത് നോക്കിയാലേ അറിയത്തുള്ളൂ. ഒരു 10 ടൈംസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത്രയും ഉണ്ട് ഇതിൽ. അപ്പോൾ നമുക്കത് ഈവൻ ഒരാഴ്ചയ്ക്കൊക്കെ നമുക്ക് മേടിച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇനി ഡെയിലി നിങ്ങൾക്ക് യൂസ് ചെയ്യണമെന്നില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു വീക്ക്ലി ഒരു 2 അല്ലെങ്കിൽ ഒരു 3 പ്രാവശ്യം 2-3 പ്രാവശ്യം എടുത്താലും മതി. എന്നാൽ തന്നെ നമ്മുടെ ലിപ്പ് നല്ലപോലെ സോഫ്റ്റ് ആവും കേട്ടോ. എനിക്ക് ചുമ്മാ വെച്ചിട്ട് എടുത്തപ്പോൾ തന്നെ എനിക്ക് ആ ഒരു ഫീലുണ്ട്. കാരണം ഞാനിത് ചെയ്തപ്പോൾ ഞാനത് മേടിക്കുമ്പോൾ നമുക്കൊരു ഇതായിരുന്നു, കാരണം പ്രൈസ് കുറവാണ്. പിന്നെ ഞാൻ അതിനകത്ത് നോക്കിയപ്പം ഗ്ലിസറിൻ ഉണ്ട്, അലോവേര വരുന്നുണ്ട്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തി. ഈ ഒരു മോയ്സ്ചർ മീൻസ് ഈ ഒരു ഷീറ്റിനകത്ത് മാസ്കിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി എടുത്തത്. ബട്ട് അത് ചെയ്ത് നോക്കിയപ്പോൾ നല്ല സോഫ്റ്റായി, എന്താ പറയുക, നമ്മളുടെ ആ ഒരു ഡ്രൈനെസ് ഒക്കെ മാറ്റി ആ ഒരു ലിപ്പിൻ്റെ ഒരു ടെക്സ്ചറിൽ ഒരു വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് നമ്മളിതിനെക്കുറിച്ച് പറഞ്ഞത്. അപ്പോൾ ലിപ്പ് നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ബിക്കോസ് നമുക്കറിയാം നല്ല പോലെ, ഞാൻ വീണ്ടും പറയുന്നത്, സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ഏരിയ. അപ്പോൾ എപ്പോഴും നമുക്കൊരു ഡ്രൈ കെമിക്കലൊക്കെ ഒത്തിരി നമ്മൾ കൊടുക്കുന്ന ഒരു സ്ഥലം കൂടി ആയതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും സോഫ്റ്റാക്കി വെക്കണം. അതുപോലെ തന്നെ നമ്മൾ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുവാണെങ്കിൽ അതിന് ബിഫോറായിട്ട് നമ്മൾ ലിപ് ബാം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ലിപ് ബാം ഒരു എന്താ പറയുക, ബിഫോർ നമ്മൾ ലിപ്സ്റ്റിക്ക് ഇടുന്നതിന് ഒരു 1/2 hour മുമ്പ് ലിപ് ബാം ഇട്ടതിന് ശേഷമായിരിക്കണം നമ്മൾ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യേണ്ടത്. ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഒരുപാട് എന്താ പറയുക, നമുക്കറിയാം ഇപ്പോൾ ലിപ്സ്റ്റിക്ക് ലിക്വിഡ് ടൈപ്പിൽ വരുന്നുണ്ട്, ഭയങ്കര റേറ്റ് കുറഞ്ഞിട്ട് അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ഒരു കെമിക്കൽ വാട്ടർ പോലെ ഉണ്ടാവും, കളർ മാത്രമേ ഉള്ളൂ. സോ അപ്പോൾ അങ്ങനെയുള്ള ഒത്തിരി ഇതുള്ള പ്രൊഡക്റ്റുകൾ മേടിക്കാതെ കുറച്ച് റിവ്യൂവും കാര്യങ്ങളൊക്കെ നോക്കി നല്ല പ്രൊഡക്റ്റുകൾ, ലിപ്സ്റ്റിക്ക് ആണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് പ്രൊഡക്റ്റ് നല്ലത് ഉറപ്പ് വരുത്തി മാത്രം ലിപ്സ്റ്റിക്കുകൾ മാക്സിമം മേടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മളുടെ ഒരു സ്കിൻ കെയറിൻ്റെ പാർട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ലിപ്പിനെ നമ്മൾ കെയർ ചെയ്യണതും എല്ലാം തന്നെ നമുക്ക് നമ്മളുടെ ഒരു സ്കിൻ കെയറിൽ ഉൾപ്പെടുത്തേണ്ട ഒരു സംഭവം കൂടിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുള്ളാവട്ടെ. കാരണം എന്ന് വെച്ചാൽ എല്ലാവർക്കും പേടിയാണ്, എന്താ പറയുക, നമ്മളെപ്പോഴും പോയിട്ട് സ്റ്റുഡിയോയിൽ നിന്നൊക്കെ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ നമ്മളെല്ലാവരും ഡ്രസ്സൊക്കെ മേടിക്കാറുണ്ടെങ്കിലും ഇതുപോലത്തെ കോസ്മെറ്റിക് ഐറ്റംസൊക്കെ മേടിക്കാനും സ്കിൻ കെയർ പ്രൊഡക്റ്റുകൾ മേടിക്കുമ്പോഴൊക്കെ ഒരു പേടിയായിരിക്കും. കാരണം ഇതൊക്കെ ചെറിയ പ്രൈസാണല്ലോ, ഇതൊക്കെ എങ്ങനെയായിരിക്കും, ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒത്തിരി പേരുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. വലിയ കുഴപ്പമില്ല, നമുക്ക് അത്രയ്ക്കും പ്രശ്നമൊന്നുമില്ല. പിന്നെ നമ്മൾ ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും ചിലവർക്കത് അലർജിക് ഇഷ്യൂസ് ഉണ്ടാവും. നിങ്ങളൊന്ന് അപ്ലൈ ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ആ സ്പോട്ടിൽ തന്നെ നിങ്ങളത് റിമൂവ് ചെയ്യുക. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. എല്ലാവർക്കും ചിലവർക്ക് എന്ത് യൂസ് ചെയ്താലും അലർജി വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. അപ്പോൾ അങ്ങനെയുള്ളവർ ദയവ് ചെയ്ത് യൂസ് ചെയ്യരുത്. പിന്നെ ഇതിൻ്റെ ടൈമിങ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് ഒന്നും കൂടെ പറഞ്ഞുതരാം. ലിപ്പ് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം, അതായത് നമ്മൾ നോർമൽ
നോർമലി ഫേസൊക്കെ വാഷ് ചെയ്ത് ക്ലിയർ ചെയ്യുമല്ലോ, അങ്ങനെ ക്ലിയർ ചെയ്ത് നമ്മളുടെ ലിപ്സ്റ്റിക്കൊക്കെ റിമൂവ് ചെയ്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ മാസ്ക് ഒന്ന് വെച്ച് കൊടുക്കുക. ഈ മാസ്ക് വെച്ച് 10 to 15 മിനിറ്റ് വരെ വെക്കുക. അതിനുശേഷം നമ്മൾ റിമൂവ് ചെയ്യുക. അത്രയേ ഉള്ളൂ. ജസ്റ്റ് സോഫ്റ്റായിട്ട് ഒരു മസാജ് കൊടുക്കുക, ഒരു നോർമൽ മസാജ് സോഫ്റ്റായിട്ട് കൊടുക്കുക. സൂപ്പറായിരിക്കും. അത് നൈറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം മോർണിംഗ് നമുക്ക് തിരക്കും കാര്യങ്ങളും, നമുക്ക് ലിപ്സ്റ്റിക്കൊക്കെ ഇടണം, പുറത്തൊക്കെ പോകണം, അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങളുണ്ട്. പിന്നെ സൺ എക്സ്പോഷറും കാര്യങ്ങളൊക്കെയാണ്. നൈറ്റ് ആകുമ്പോൾ അങ്ങനത്തെ പ്രശ്നമില്ല. അപ്പോൾ കുറച്ചും കൂടി റിസൾട്ട് കൂടുതലായിരിക്കും. നൈറ്റ് ടൈം യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ അറിയിക്കുക കേട്ടോ. അതുപോലെ ലൈക്ക് ചെയ്യാം. ഞാൻ എപ്പോഴും പറയുവാണ്, എന്തായാലും ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അപ്പോൾ നിങ്ങളുടെ കമൻസും കാര്യങ്ങളും അഭിപ്രായങ്ങളൊക്കെ തന്നെ അറിയിക്കുക. ഇതുപോലെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.